ध्यायामो धवलावकुण्डनवतीं तेजोमयीं नैष्टिकीं स्निग्धापाङ्गविलोकिनीं भगवतीं मन्दस्मितश्रीमुखीं वात्सल्यामृतवर्षिणी सुमधुरं सङ्कीर्तनालापिनीं श्यामाङ्गीं मधुसिक्तसूक्तिम् अमृतानन्दात्मिकाम् ईश्वरी गजाननं भूतगणाभिसेवितं कवित्तजम्बूफलसारभक्षितम् उमासुतं शोकविनाशकारणम् नमामि विघ्नेश्वर पादपङ्कजम् कूजन्तं राम रामेति मधुरं मधुराक्षरम् आरुह्य कविताशाखां वन्दे वाल्मीकिकोकिलम्। ॐ हरिश्रीगणपतये नमः। अविघ्नमस्तु। श्रीराम राम राम श्रीरामचन्द्र जय श्रीराम राम राम श्रीरामभद्र जय श्रीराम राम राम सीताभिराम जय श्रीराम राम राम लोकाभिराम जय श्रीराम राम राम रावणान्तक राम श्रीराम मम हृदि रमतां राम राम श्रीराघवात्मा राम श्रीराम रमापदे श्रीराम रमणीय विग्रह नमोस्तुते श्रीराम रमणीय विग्रह नमोस्तुते। नारायणाय नमो नारायणाय नमो नारायणाय नमो नारायणाय नमः नारायणाय नमो नारायणाय नमो नारायणाय नमो നാരായണായ നമഃ. ശ്രീരാമനാമം പാടി വന്ന പൈങ്കിളിപ്പെണ്ണേ ശ്രീരാമചരിതം നീ ചൊല്ലിടുമടിയാതെ ശാരിക പൈതൽ താനും വന്ദിച്ചു വന്യന്മാരെ ശ്രീരാമസ്മൃതിയോടെ പറഞ്ഞു തുടങ്ങിന. പരമൻ പരാപരൻ പരമാത്മാവു പരൻ പരബ്രഹ്മാഖ്യൻ പരമാനന്ദമൂർത്തിനാഥൻ പുരുഷൻ പുരാതനൻ കേവല സ്വയം ജ്യോതി സകല ചരാചര ഗുരു കാരുണ്യമൂർത്തി ഭുവന മനോഹരമായൊരു രൂപം പൂണ്ടു ഭുവനത്തിങ്കൽ അനുഗ്രഹത്തെ വരുത്തുവാൻ അങ്ങനെയുള്ള രാമചന്ദ്രനെ സദാകാലം തിങ്ങിന ഭക്ത്യാ ഭജിച്ചിടുന്നേൻ മനസ്സി ഞാൻ. സ്വതന്ത്രൻ പരിപൂർണനാനന്ദനാത്മാരാമനതന്ത്രൻ നിജമായ ഗുണബിംബിതനായി ജഗതുത്ഭവസ്ഥിതി സംഹാരാദികൾ ചെയ്യുവാൻ അഖണ്ഡൻ ബ്രഹ്മവിഷ്ണു രുദ്രനാമങ്ങൾ പൂണ്ടു ഭേദരൂപങ്ങൾ കൈക്കൊണ്ടൊരു നിർഗുണമൂർത്തി വേദാന്ത വേദ്യൻ മമ ചേതസി വസിക്കേണം. രാമരാഘവ പാദപങ്കജം നമോസ്തുതേ ശ്രീമയം ശ്രീദേവി പാണിദ്വയ പത്മാർച്ചിതം മാനഹീനന്മാരാം ദിവ്യന്മാരാൽ അനുധ്യേയം
മാനാർത്ഥം മൂന്നിലകമാക്രാന്ത ജഗത്രയം ബ്രഹ്മാവിൻ കരങ്ങളാൽ ക്ഷാളിതം പത്മോപമം നിർമ്മലം ശംഖചക്രകുലിശമത്സ്യാങ്കിതം മന്മനോനികേതനം കൽമഷവിനാശനം നിർമ്മലാത്മനാം പരമാസ്പദം നമോസ്തുതേ ജഗദാശ്രയം ഭവാൻ ജഗത്തായതും ഭവാൻ ജഗദാമാദിഭൂതനായതും ഭവാനല്ലോ സർവഭൂതങ്ങളിലും അസ്കതനല്ലോ ഭവാൻ നിർവികാരാത്മാ സാക്ഷിഭൂതനായതും ഭവാൻ അജനവ്യയൻ ഭവാൻ അജിതൻ നിരഞ്ജനൻ വചസാം വിഷയമല്ലാതൊരാനന്ദമല്ലോ വാജ്യവാചകോ ഭയഭേദേന ജഗന്മയൻ വാജ്യനായി വരേണമേ വാക്കിനു സദാ മമ. ഓം അമൃതേശ്വരി നമഃ. ഇതിഹാസപുണ്യമായ രാമായണം ബാലകാണ്ഡത്തിൽ ശ്രീരാമചന്ദ്രന്റെ പാദസ്പർശത്താൽ പാപമുക്തയായി തീർന്ന അഹല്യ ഭഗവാനെ സ്തുതിക്കുന്ന ഭാഗമാണ് ഇന്നിവിടെ പാരായണം ചെയ്തത്. വേദാന്തവേദ്യനും പരമാനന്ദമൂർത്തിയും പരമാത്മാവുമായ ശ്രീനാരായണൻ പ്രപഞ്ചത്തിൻ്റെ പരമമായ അനുഗ്രഹത്തിനു വേണ്ടിയാണ് ഈ രൂപം സ്വീകരിച്ചിരിക്കുന്നത്. ജഗത്തിൻ്റെ ആദികാരണനും ആശ്രയവുമായി പ്രശോഭിക്കുന്ന തേജോരൂപമാണ് ശ്രീരാമചന്ദ്രനെന്ന് അഹല്യ സ്തുതിക്കുന്നു. പ്രപഞ്ചത്തിൻ്റെ ഭയം ദൂരീകരിക്കുന്നവനും കോടി സൂര്യപ്രഭയോടുകൂടി കരങ്ങളിൽ ധനുർബാണങ്ങൾ ധരിച്ചിട്ടുള്ളവനും നിത്യശുദ്ധനും സത്യസ്വരൂപനുമായ ഭഗവാനെ അഹല്യ നമസ്കരിക്കുന്നു. തുടർന്ന് പരമപുരുഷനായ ശ്രീരാമചന്ദ്രൻ്റെ അനുമതിയോടുകൂടി ഭർത്താവിൻ്റെ അടുത്തേക്ക് അഹല്യാദേവി യാത്രയാകുന്നു. അറിയാതെ ചെയ്യുന്ന കർമ്മങ്ങൾക്ക് പോലും ഫലപ്രാപ്തി സുനിശ്ചിതമാണെന്ന് അഹല്യയുടെ അനുഭവം നമ്മെ മനസ്സിലാക്കി തരുന്നു. എത്ര പാപിയാണെങ്കിലും ഉഗ്ര തപസ്സിലൂടെയും അടിയുറച്ച ഈശ്വരവിശ്വാസത്തിലൂടെയും പാപമുക്തി നേടാം എന്ന പരമമായ സത്യം അഹല്യാദേവിയുടെ അനുഭവത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാം. അഹല്യാസ്തുതി ഭക്തിപൂർവ്വം വായിക്കുന്ന ഏതൊരാൾക്കും സകല പാപങ്ങളും ഒഴിഞ്ഞ് പരബ്രഹ്മത്തിൽ എത്തിച്ചേരാൻ സാധിക്കും. ഓം നമഃ ശിവായ.